എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ചാറ്റ്ബോട്ട്സിനെ പറ്റി സംസാരിക്കുന്ന ഈ സീരീസിൽ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മുടേതെന്ന്. ഇതിൽ ശരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു ചാറ്റ്ബോട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ആദ്യ വീഡിയോയിൽ നമ്മൾ എന്താണ് ഈ ചാറ്റ്ബോട്ട്, എന്തൊക്കെയാണ് ചാറ്റ്ബോട്ട്സിൻ്റെ ബെനിഫിറ്റ്, എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തന രീതി, എത്രത്തോളം അത് ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യും, ഇത്തരം കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഇതിന് മുമ്പത്തെ വീഡിയോയും കൂടെ കാണണം. ഇത് രണ്ടും കാണുമ്പോഴാണ് നമ്മുടെയൊക്കെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ചാറ്റ് ബോട്ട്സിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുള്ളത്, മനോഹരമായി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടുകളുടെ പേരുകൾ എന്തൊക്കെയാണ് അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. കാരണം ഞാനിതൊക്കെ പറയാൻ കാരണം നമ്മുടെ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഒരു ബിസിനസ്സിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ സഹായിക്കുന്ന പല മെത്തേഡുകളും പല സ്ട്രാറ്റജികളും പല ടൂളുകളും നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് വലിയ ബിസിനസ്സുകൾക്ക് മാത്രമല്ല ചെറുകിട ബിസിനസ്സുകളെ വരെ ഒരു കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന ഒരു കാര്യമായി ചാറ്റ് ബോട്ട് മാറി. കാരണം എല്ലാ ബിസിനസ്സുകാരും ശ്രദ്ധിക്കുന്ന കാര്യം അവരുടെ കസ്റ്റമറെ എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ ആകർഷിക്കാം, നിലനിർത്താം, അവരെ എങ്ങനെ കൂടുതൽ നമ്മുടെ സ്ഥാപനത്തിന് അംബാസിഡേഴ്സായിട്ട് മാറ്റാം, ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു ഉപാധിയാണ് ചാറ്റ് ബോട്ട്. അപ്പോൾ ചാറ്റ് ബോട്ട് സെലക്ട് ചെയ്യേണ്ട രീതിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം പർപ്പസ് തന്നെയാണ്. എന്തിനു വേണ്ടിയാണ് നമ്മുടെ സ്ഥാപനത്തിൽ ചാറ്റ് ബോട്ട് യൂസ് ചെയ്യുന്നത്? സെയിൽസിനാണോ, മാർക്കറ്റിങ്ങിനാണോ, കസ്റ്റമർ സർവീസിനാണോ, ലീഡ് ജനറേഷനാണോ, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ റൺ ചെയ്യാനാണോ, എന്തിൻ്റെ ഭാഗത്താണ് ഇത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം. നമ്മൾ ചാറ്റ് ബോട്ട് പുതിയതായിട്ടൊക്കെ ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ 1-2 ക്രിട്ടിക്കൽ കേസുകൾ മാത്രം എടുത്ത് ആ ഏരിയയിൽ ഇത് ഉപയോഗിക്കുക. മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് സേവ് ചെയ്യുക, റവന്യൂ ഇൻക്രീസ് ചെയ്യുക, അതുപോലെ കസ്റ്റമേഴ്സിന് വളരെ ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് കൊടുക്കുക. ഇതൊക്കെയാണ് ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ പർപ്പസ്. രണ്ടാമത് കോസ്റ്റിനെ പറ്റിയിട്ടും ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. പല ചാറ്റ് ബോട്ടുകളും പല കോസ്റ്റിലാണ് വർക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ചിലത് ഫ്രീ ആണ്, ചിലത് 10,000 രൂപ മുതൽ 15,000 രൂപ വരെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വരെ ചാർജ് ചെയ്യുന്ന ചാറ്റ് ബോട്ടുകളുണ്ട്. ഇതിനെപ്പറ്റി ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ ഈ കോസ്റ്റും റിക്വയർമെൻറ്റ് ഓഫ് ചാറ്റ് ബോട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ടാസ്കിൻ്റെ കോംപ്ലക്സിറ്റി, റിപ്പീറ്റീവ്നെസ്, യുണീക്ക്നെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ലീഡ് ജനറേഷൻ മാത്രം മതിയെങ്കിൽ സിമ്പിൾ ചാറ്റ് ബോട്ടുകൾ യൂസ് ചെയ്താൽ മതി. റിപ്പീറ്റീവായിട്ട് ഒരേ കാര്യം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പുതിയ കാര്യങ്ങളെ അനലൈസ് ചെയ്യാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹയർ ലെവലൊക്കെ യൂസ് ചെയ്യേണ്ടി വരുമ്പോഴാണ് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ചാറ്റ് ബോട്ടുകൾ വേണ്ടി വരുന്നത്. ഒരു ബേസിക് ചാറ്റ് ബോട്ട് ഫേസ്ബുക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതുണ്ട്, 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചാൽ. അത് ഓൾമോസ്റ്റ് ഫ്രീ ആണ്, നമുക്ക് വേണമെങ്കിൽ തുടക്കം അത് ഉപയോഗിച്ചാലും മതി. പിന്നെ മൂന്നാമത്തെ കാര്യം സ്കെയിൽ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പർപ്പസ്. അതായത് ഇതിൻ്റെ ആക്കം കൂട്ടിക്കൊണ്ടുവരിക. കൂടുതൽ ആളുകൾ ചാറ്റ് ബോട്ട്സ് വഴിയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഡെയിലി അല്ലെങ്കിൽ അവർലി ബേസിലൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ സെക്കൻഡിലും മിനിറ്റിലും അവർലി ബേസിലും ഒക്കെ റിക്വസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സ് എത്രത്തോളം വരുന്നുണ്ട്, ഇതിനെയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം ഏത് ടൂൾ ഡെവലപ്പ് ചെയ്യണം, ഏത് ചാറ്റ് ബോട്ട് വേണം എന്നൊക്കെ തീരുമാനിക്കാം. ചില ബിസിനസ്സുകളിലൊക്കെ ഇപ്പോൾ സ്വിഗ്ഗി പോലെ സൊമാറ്റോ പോലൊക്കെയുള്ള ഡെലിവറി സിസ്റ്റമൊക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇതിൻ്റെയൊക്കെ ഉപയോഗവും ആധിക്യമൊക്കെ വളരെ കൂടുതലായിരിക്കാം. ഇനി ടൈം ടു മാർക്കറ്റ്. ഓരോ ചാറ്റ് ബോട്ടും വ്യത്യസ്ത സമയമെടുക്കുന്നതാണ് ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ കോഡിങ് ചെയ്യുന്നതിനൊക്കെ. അപ്പോൾ അതും മനസ്സിലാക്കിയിട്ടായിരിക്കണം ചാറ്റ് ബോട്ടുകളെ തിരഞ്ഞെടുക്കേണ്ടത്. ചിലതൊക്കെ വേറെ കോഡിങ്ങൊന്നും ആവശ്യമില്ലാത്തതുണ്ട്, ചിലതിന് കുറച്ച് കസ്റ്റമൈസേഷൻ ആവശ്യമുള്ളതുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ചാറ്റ് ബോട്ടിനെ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി കൊളാബറേഷൻ വിത്ത് അതർ സിസ്റ്റം, അതും ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതായത് പേയ്മെൻറ്റ് ഗേറ്റ് വേ ആയിട്ട് ലിങ്ക് ചെയ്യണത്, SMS ഗേറ്റ് വേ ആയിട്ട്, വാട്സാപ്പുമായിട്ട്, ERP ആയിട്ട്, അല്ലെങ്കിൽ ടാലിയോ ഫിനാൻസ് ഓർ ഇൻറ്റേർണൽ അതർ സിസ്റ്റം ഉപയോഗിക്കുന്നതായിട്ടുള്ള ഇൻ്റഗ്രേഷൻ, കൊളാബറേഷൻ, ഇത് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ചില ചാറ്റ് ബോട്ടുകൾ എല്ലാത്തിലേക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമുള്ളതായിരിക്കും, ചിലതിന് സ്പെഷ്യലായിട്ട് കോഡിംഗ് ഒക്കെ ചെയ്യേണ്ടതുണ്ടാവും, അതും മനസ്സിലാക്കുക. ഇനി ചാറ്റ് ബോട്ട്സിൻ്റെ കുറച്ച് എക്സാമ്പിളുകളാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഒന്ന് ലാൻഡ് ബോട്ടാണ്. ലാൻഡ് ബോട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാറ്റ് ബോട്ടാണ്. വലിയ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഒന്നും അതിനാവശ്യമില്ലാത്തതാണ്. 10,000 രൂപ മുതൽ മന്ത്ലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചാറ്റ് ബോട്ടായിട്ട് നമുക്കിതിനെ കാണാം. ഇത് വളരെ ഫ്ലെക്സിബിളാണ്. ഒരു 30-40 ഡിഫറെൻറ്റ് സിസ്റ്റങ്ങളുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. രണ്ടാമത് ബോട്ട് ഫ്ലോ എന്ന് പറയുന്നത് ശരിക്കും ഒരു നമ്മുടെ ആവശ്യം അനുസരിച്ച് ഒരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാനോ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാറ്റ് ബോട്ടാണ് ബോട്ട് ഫ്ലോ. ദെൻ ആമസോണിൻ്റെ ലെക്സ് ഉണ്ട്, ആമസോൺ ലെക്സ്. ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചാറ്റ് ബോട്ടാണ്. കോഡിംഗ് ഒക്കെ ആവശ്യമായിട്ട് വരും, വെൽ ഇൻ്റഗ്രേഷനൊക്കെ വേണ്ടി നല്ല കോഡിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. വോട്ട് നോട്ട് എന്ന് പറയുന്ന ചാറ്റ് ബോട്ട്, ഇത് ശരിക്കും ഇതിനും വലിയ കോഡിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അത്ര എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റില്ല. 10,000 to 15,000 പെർ മന്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ചാറ്റ് ബോട്ടാണ്. അത് ആനുവൽ പ്രൈസിങ്ങിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഡിസ്കൗണ്ടഡ് ആയിട്ടൊക്കെ ലഭിക്കും.
സാബിയർ എന്ന് പറയുന്ന ചാറ്റ് ബോട്ടുണ്ട്. ഇത് പല പ്രൊഡക്റ്റുകളുമായിട്ടൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള പല പല ചാറ്റ് ബോട്ട്സുകളുണ്ട്. ഇപ്പോൾ വേറെ ചിലതൊക്കെ പറയുകയാണെങ്കിൽ കോൺവേഴ്സ് AI എന്ന് പറയുന്ന, ജൂൺ ബൂട്ട് എന്ന് പറയുന്ന, ബബിൾ, എയർ ടേബിൾ, ഹാപ്റ്റിക്, യെല്ലോ മെസ്സഞ്ചർ, ഇങ്ങനെ ധാരാളം ചാറ്റ് ബോട്ടുകളുണ്ട്. നമുക്കിതിനെപ്പറ്റി മനസ്സിലാക്കി ആവശ്യമുള്ളത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ബിസിനസ് മാനേജ്മെൻറ്റ് പറയുന്ന കാര്യമാണ്, വാട്ട് യു ക്യാൻ മെഷർ ഇസ് ഓൺലി വാട്ട് യു ക്യാൻ മാനേജ്, അല്ലെങ്കിൽ വാട്ട് യു ക്യാൻ മെഷർ യു ക്യാൻ നോട്ട് ഇമ്പ്രൂവ് എന്നൊക്കെ പറയും. എന്തിനാണോ മെഷർ ചെയ്യുന്നത് അതിനെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനോ മാനേജ് ചെയ്യാനോ പറ്റുക. അപ്പോൾ ചാറ്റ് ബോട്ടിൻ്റെ കാര്യത്തിലും KPIകൾ വേണം, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. നമ്മളിതിന് മുമ്പുള്ള വീഡിയോയിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ KPI എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ചാറ്റ് ബോട്ട് ഉപയോഗിക്കുമ്പോഴും വേണം. ഒന്നാമത്തെ കാര്യം യൂസർ മെട്രിക്സ് ആണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. യൂസർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എത്ര യൂസേഴ്സ് ഇത് ഉപയോഗിക്കുന്നുണ്ട്, എത്ര യൂസേഴ്സിനെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ പുതിയ ന്യൂ യൂസേഴ്സ് എത്രത്തോളം ചാറ്റ് ബോട്ട് ഉപയോഗിക്കുന്നുണ്ട്, അത് കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത്, റിട്ടേണിങ് യൂസേഴ്സ്, അതായത് കുറേ പേര് ഇതിൻ്റെ ഉപയോഗം നിർത്തി പോകുന്നുണ്ടെങ്കിൽ ആ വിവരം അറിയണം. ആവറേജ് ഡെയിലി സെഷൻസ്, എത്രത്തോളം ടൈം നമ്മുടെ ആപ്പിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ചാറ്റ് ബോട്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ മെട്രിക്സ് ആയിട്ട് കൺവേഴ്സേഷൻ മെട്രിക്സ് എന്ന് പറയും. ടോട്ടൽ കൺവേർഷൻസ് എത്രത്തോളം ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്, ബിസിനസ് കൺവേർഷൻ. ഹ്യൂമൻ വേഴ്സസ് ചാറ്റ് ബോട്ട് ഇൻ്റഗ്രേഷൻ എത്രത്തോളം നടക്കുന്നുണ്ട്. ഇപ്പോൾ ചാറ്റ് ബോട്ട് കൂടുതൽ വന്നപ്പോൾ അതിൽ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ആളുകൾ ടെലികോളേഴ്സിൻ്റെ ഒക്കെ ഉപയോഗം കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടോ, കോൺവെർസേഷൻ ഡ്യൂറേഷൻ എത്രത്തോളം ഉണ്ട്, കസ്റ്റമറെ കൂടുതൽ എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, റെസ്പോൺസ് ടൈം എത്ര ക്വിക്കാണ്, എത്ര വേഗത്തിൽ നമ്മുടെ ചാറ്റ് ബോട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ മെട്രിക്സാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മെട്രിക്സ്. എല്ലാം നമ്മൾ ചെയ്യുന്നത് കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കസ്റ്റമറുടെ റിറ്റൻഷൻ റേറ്റ് കൂടുന്നുണ്ടോ, യൂസറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ റേറ്റ് കൂടുന്നുണ്ടോ, ഇത് മെഷർ ചെയ്യേണ്ടതുണ്ട്. ഇനി ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചില മെട്രിക്സും കൂടെ നോക്കേണ്ടതുണ്ട്. ടിക്കറ്റ് ഡിഫ്ലക്ഷൻ റേറ്റ് എന്ന് പറയും. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം കസ്റ്റമർ സപ്പോർട്ട് ഏജൻറ്റിനെ വേണം എന്ന് പറയുന്നുണ്ട്, അതേ ചാറ്റ് ബോട്ട് വെച്ച് തന്നെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആവുന്നുണ്ടോ, യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ നമ്മളുടെ ചാറ്റ് ബോട്ട് ഉപയോഗിക്കാൻ എത്രത്തോളം എളുപ്പമാണ്, ബൗൺസ് റേറ്റ് എത്രത്തോളം കുറവുന്നുണ്ട്, അതായത് എത്രത്തോളം ക്വറീസ് ഇതുവഴി സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അതിൽ നിന്ന് തിരിച്ച് വീണ്ടും ആളിലേക്ക് എത്താതെ പോയിട്ടുണ്ട്. ഇതൊക്കെ മെഷർ ചെയ്യേണ്ട കാര്യമാണ്. നമ്മളിതൊക്കെ പറയാൻ കാരണം ചാറ്റ് ബോട്ടിൻ്റെ ഗ്രോത്തിനെ പറ്റി എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഇന്ന് 2026 കാലഘട്ടത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് ഏതാണ്ട് 10 ബില്യണിൽ കൂടുതൽ മാർക്കറ്റ് സൈസാണ് ചാറ്റ് ബോട്ടിൻ്റെ കാര്യത്തിൽ പറയപ്പെടുന്നത്. കാരണം ഇന്ന് ഏതാണ്ട് ഒരു 3 ബില്യൺ ആളുകളോളം ചാറ്റ് ബോട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 23%. അപ്പോൾ 2026 ആകുമ്പോഴേക്കും ശരിക്കും ഒരു $10 ബില്യൺ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക്, $10 ബില്യൺ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പലതും സേവ് ചെയ്യാനായിട്ട് ചാറ്റ് ബോട്ടിൻ്റെ പ്രവർത്തനം വഴി സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് ഈ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ആപ്പുകളൊക്കെ വളരെയധികം പോപ്പുലറായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ചാറ്റ് ബോട്ട്സിൻ്റെ മാർക്കറ്റ് ഗ്രോത്ത് വളരെയധികം ഹൈ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് കൂടുതൽ വോയിസ് ക്യാപ്പബിലിറ്റികളും 3D അവതാറുകളും എല്ലാം ചാറ്റ് ബോട്ട്സിലേക്ക് ഇൻ്റഗ്രേഷനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ ഇന്ന് പല സ്ഥാപനങ്ങളും അവരുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കസ്റ്റമേഴ്സിനെ എൻഗേജിങ് മാസ്കറ്റ് എന്നുള്ള രൂപത്തിൽ വരെ ചാറ്റ് ബോട്ടുകൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ചാറ്റ് ബോട്ട് ഫെസിലിറ്റി ഉണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങൾ എപ്പോഴും ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ളത് അവർ മുന്നോട്ട് കാണിക്കുന്നതിൽ ചാറ്റ് ബോട്ടിനെയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാറ്റ് ബോട്ട്സിൻ്റെ ഫീച്ചേഴ്സ് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ മോർ ഹ്യൂമൻ ലൈക്ക് എന്നുള്ള രൂപത്തിൽ ഇതിലേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ വോയിസ് എനേബിളിംഗ് സിസ്റ്റങ്ങൾ ഇതിൽ കൂടുതലായിട്ട് ആക്റ്റീവായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സിരിയും അലക്സയും കോർട്ടാണയും പോലുള്ള ചാറ്റ് ബോട്ടുകൾ വളരെയധികം നമ്മൾ അറിയാവുന്നതാണ്. അനലിറ്റിക്സ് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഡാറ്റ കളക്ഷൻ, അതായത് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് കസ്റ്റമറുടെ കൂടുതൽ ഡാറ്റകൾ എടുക്കാൻ, അത് ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ. പേയ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ ഓട്ടോ പേയ്മെൻറ്റുകൾ, പേയ്മെൻറ്റ് റിമൈൻഡറുകൾ, ഇതൊക്കെ ചാറ്റ് ബോട്ട് വഴി നമുക്ക് പോസിബിളാണ്. ഇപ്പോൾ റൈസർ പേയും സ്ട്രൈപ്പും പോലുള്ളവരൊക്കെ ചാറ്റ് ബോട്ട്സ് വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. പോസ്റ്റ് പർച്ചേസ് സപ്പോർട്ട്, അതായത് സെയിൽസിന് അല്ലെങ്കിൽ പർച്ചേസിനൊക്കെ ശേഷമുള്ള ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ട്, ആഫ്റ്റർ പർച്ചേസ് സപ്പോർട്ടിന് വേണ്ടി വളരെയധികം ഇന്ന് ചാറ്റ് ബോട്ടുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ സിനാരിയോയിൽ ഇതിൻ്റെ ഒരു ബിസിനസ് പേഴ്സ്പെക്റ്റീവ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും ഇത് ഓരോ ദിവസവും, ഓരോ മാസങ്ങളും, ഓരോ വർഷം കഴിയും തോറും ഇതിൻ്റെ സ്കോപ്പും അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രോത്തും വളരെയധികം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സബർബൻ റൂറൽ ഏരിയകളിൽ വരെ ചാറ്റ് ബോട്ടുകൾ ഇനി വളരെ പൊട്ടൻഷ്യലായിട്ട് ഉപയോഗപ്രദമാകാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഡൊമിനൻറ്റ് പ്ലെയർ ആകണമെങ്കിൽ, അല്ലെങ്കിൽ
അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് കമ്മർ ആവണമെന്നില്ല, പക്ഷേ ഫാസ്റ്റ് കമ്മറായി മാറണമെങ്കിൽ തീർച്ചയായിട്ടും ടെക്നോളജി കൂടുതലായിട്ട് യൂസ് ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് ചാറ്റ് ബോട്ട് തീർച്ചയായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമുക്കൊരു ഡൊമിനൻസി കാണിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഇന്നോവേറ്റീവ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനും കൂടുതൽ കസ്റ്റമറിലേക്ക് എൻഗേജ് ചെയ്യാനും ഒക്കെ സഹായകരമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 2 വീഡിയോകൾ, ഇതിന് മുമ്പത്തെ വീഡിയോയും ഈ വീഡിയോയും വഴി നമ്മൾ ഉദ്ദേശിച്ചത് ചാറ്റ് ബോട്ട്സ് ബിസിനസ്സിൽ എത്രത്തോളം സഹായകരമാണ്, ഏതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ചാറ്റ് ബോട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഗുണങ്ങൾ ഇതുവഴി ലഭിക്കാം, ആത്യന്തികമായിട്ട് ബിസിനസ്സിൻ്റെ അകത്ത് എങ്ങനെ ഒരു അപ്പർ ഹാൻഡ് ഈ ഒരു മാർഗം വഴി നേടാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.